ഹലോ നമസ്കാരം. ക്രിയേറ്റീവ് കപ്പിൾസിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പൊ ഇന്ന് ഞാൻ കാണിക്കാൻ പോകുന്നത് അമ്മമാർക്ക് വേണ്ടിയിട്ടുള്ള ഒരു കുഞ്ഞു ടിപ്പാട്ടോ. നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് ചോറ് കഴിക്കാനായിട്ട് ഇച്ചിരി മടിയായിരിക്കുമല്ലോ, അങ്ങനെയുള്ള കുഞ്ഞുങ്ങളെ കൊണ്ട് ചോറ് കഴിപ്പിക്കാനുള്ള ഒരു ടെക്നിക്കായിട്ടോ കാണിക്കാൻ പോകുന്നത്. അപ്പൊ നമ്മുടെ പാറൂസിന് ഇതുപോലെ ചോറ് കഴിക്കാൻ മടി കാണിക്കുന്ന ടൈമിൽ ഞാൻ ഇത് ചെയ്ത് കൊടുക്കാറുണ്ട്. അപ്പൊ വളരെ ഇഷ്ടത്തോടെ തന്നെ കഴിക്കുക കേട്ടോ. അപ്പോൾ ഇത് പണ്ട് നമ്മുടെ അമ്മമ്മമാരൊക്കെ ചെയ്തുകൊണ്ടിരുന്ന ഒരു കുഞ്ഞുങ്ങളെ ചോറ് കഴിപ്പിക്കാൻ വേണ്ടി ചെയ്തുകൊണ്ടിരുന്ന ഒരു രീതിയാണ്. പലർക്കും അറിയായിരിക്കും. ഇപ്പോൾ ഒരു സിമ്പിൾ റെസിപ്പി ആട്ടോ. ഇതിൽ പല രീതിയിൽ നമുക്ക് ചെയ്യാം. നമ്മൾ കുഞ്ഞുങ്ങൾക്ക് ചോറിൻ്റെ കൂടെ വെജിറ്റബിൾസ് എല്ലാം വേവിച്ച് അത് ഉടച്ചു കൊടുക്കുക, അങ്ങനെയൊക്കെ ചെയ്യാറില്ലേ. പക്ഷേ അതൊന്നും വേണ്ട. അതൊന്നും ഇല്ലാതെ നമുക്ക് എപ്പോഴും പെട്ടെന്ന് ചെയ്യാൻ പറ്റുന്ന ഒരു സിമ്പിൾ ടെക്നിക്കാട്ടോ ഞാൻ കാണിക്കാനായിട്ട് പോകുന്നത്. പിന്നെ കൂടുതൽ പറയുന്നില്ല, അതെങ്ങനെയാണ് ചെയ്യുന്നതെന്ന് നിങ്ങൾക്ക് കാണിച്ചു തരാം. തയ്യാറാക്കി എടുക്കാനായിട്ട് ആദ്യം ഒരു ചീനിച്ചട്ടി അടുപ്പിൽ വെക്കുക. ചീനിച്ചട്ടി ചൂടായി വരുമ്പോഴത്തേക്കും കുറച്ച് നെയ്യ് ചേർത്ത് കൊടുക്കുക. നെയ്യ് ചേർത്ത് കൊടുക്കുന്നതായിരിക്കും നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് കൊടുക്കുന്നതിന് നല്ലത്. അതുപോലെ ടേസ്റ്റ് കൂടുതലും അതായിരിക്കും കേട്ടോ. അപ്പോൾ ഞാൻ വളരെ കുറച്ച് നെയ്യ് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഈ നെയ്യ് ചൂടായി വരുന്ന ടൈമിൽ അതിൽ കുറച്ച് കടുകിട്ട് പൊട്ടിച്ചെടുക്കണം. കടുക് പൊട്ടി വന്നതിന് ശേഷം നമ്മൾ ചെറുതായിട്ട് കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള സവാള ചേർത്ത് കൊടുക്കുക. സവാളയോ അല്ലെങ്കിൽ ചെറിയുള്ളിയാലും മതി. ചെറിയുള്ളിയായിരിക്കും കുറച്ചുകൂടെ ടേസ്റ്റ് കൂടുതൽ. അപ്പോൾ ഞാനിപ്പോൾ ഇവിടെ സവാള കേട്ടോ ചേർക്കുന്നത്. സവാള ചേർത്തിട്ട് നല്ലതുപോലെ മിക്സ് ചെയ്തെടുക്കുക. അതൊരു ബ്രൗൺ ഷെയ്ഡ് ആവുന്നവരെ മിക്സ് ചെയ്യണം. എന്നിട്ട് നമുക്കതിലേക്ക് നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് ആവശ്യമായ ചോറുണ്ടല്ലോ, അത് നേരത്തെ വേവിച്ച് വെച്ചിട്ടുള്ളത് ഇതിലേക്ക് ചേർത്ത് കൊടുത്ത് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക. ഇത്രയേ ഉള്ളൂ, വളരെ സിമ്പിളാണ്. ഞാനിപ്പോൾ ഇതിൽ ഉപ്പ് ചേർക്കുന്നില്ല. നിങ്ങൾ ഇത് മാത്രമാണ്, വേറെ കറിയൊന്നും ചേർത്ത് കൊടുക്കുന്നില്ല എന്നുണ്ടെങ്കിൽ ഒരിച്ചിരി ഉപ്പ് ചേർക്കുക. അല്ലാന്നുണ്ടെങ്കിൽ കറി ചേർത്ത് കൊടുക്കുന്നുണ്ടെങ്കിൽ ഉപ്പിൻ്റെ ആവശ്യമില്ല. ഇതിൻ്റെ കൂടെ നിങ്ങൾക്ക് മുട്ടയോ പപ്പടോ തൈരോ അത് നിങ്ങളുടെ കുഞ്ഞിൻ്റെ ഇഷ്ടം അനുസരിച്ച് നമുക്ക് കൊടുക്കാവുന്നതാണ്. ഇത് മാത്രമായിട്ട് കഴിക്കാൻ വളരെയധികം ടേസ്റ്റാണ്. അപ്പോൾ ഇത്രയേ ഉള്ളൂ, വളരെ സിമ്പിളായിട്ട് നമുക്ക് ചെയ്തെടുക്കാം. ഞാൻ പറഞ്ഞ പോലെ തന്നെ ഇതിൽ വേണമെങ്കിൽ വെജിറ്റബിൾസോ മുട്ടയോ അത് നിങ്ങളുടെ അനുസരിച്ച് എന്ത് വേണോ ചേർത്ത് കൊടുക്കാം. ഒന്നും ഇല്ലെങ്കിലും വെറുതെ ഇങ്ങനെ കഴിക്കാനായിട്ട് നല്ല ടേസ്റ്റ് ആണ് കേട്ടോ. അപ്പോൾ കുഞ്ഞുങ്ങൾ ചോറ് കഴിക്കാൻ മടി കാണിക്കുന്ന ടൈമിൽ ഇങ്ങനെയൊക്കെ ഒന്ന് ചെയ്തെടുക്കുക. ഇനി നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് നെയ്യ് എത്ര അളവിൽ ചേർത്ത് കൊടുക്കണം, നെയ്യ് ദിവസവും കൊടുക്കാമോ, കൊടുത്തത് കൊണ്ട് എന്തെങ്കിലും പ്രശ്നമുണ്ടോ, ഇങ്ങനെയൊക്കെ അമ്മമാർക്ക് ഡൗട്ട് കാണൂലേ. കാരണം നമ്മൾ എപ്പോഴും കേൾക്കുന്നുണ്ട് നമ്മുടെ കുഞ്ഞുങ്ങളുടെ ആഹാരത്തിൽ നെയ്യ് ചേർത്ത് കൊടുക്കുന്നത് എപ്പോഴും നല്ലതായിരിക്കുന്നു. പക്ഷെ അത് എത്ര അളവിൽ, എങ്ങനെ, ഏതെല്ലാം ഭക്ഷണത്തിൽ ചേർത്ത് കൊടുക്കണമെന്ന് പല അമ്മമാർക്ക് അറിവ് കാണില്ല. അപ്പോൾ അത് അറിയാത്തവരുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യട്ടോ. അതിനെക്കുറിച്ചൊരു ഡീറ്റെയിൽ ആയിട്ടൊരു വീഡിയോ നമുക്ക് ഉടൻ തന്നെ ചെയ്യാവുന്നതാണ്. കുഞ്ഞു വീഡിയോ പല അമ്മമാർക്കും പ്രയോജനപ്പെടുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. എങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അതുപോലെ ആദ്യമായിട്ടാണ് നമ്മുടെ ഈ ചാനൽ കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും കൂടെ മറക്കരുത് കേട്ടോ. അപ്പോൾ നമുക്ക് മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. ബൈ.